മുറിമുറിപ്പുകളിൽ കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. സുജയ, ഒരു കാര്യവുമില്ല. ആര് മുറുമുറുത്താലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത ഊഴത്തിലും പാർട്ടിയെ നയിക്കുമെന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള നയരേഖ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ പ്രാധാന്യം നേടിക്കൊണ്ട് ഒരു സമ്മേളനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്ന് ഈ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുറുമുറുത്തിട്ടും ഒരു കാര്യവുമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ 17 പുതുമുഖങ്ങൾ, അതിൽ പ്രായപരിധിയുണ്ട്, അനാരോഗ്യമുണ്ട്, സ്വയം സന്നദ്ധതയുണ്ട്. ഇത് കാരണമാണ് ഇപ്പോൾ ഒഴിവാക്കിയവർക്ക് പകരം 17 പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 89 അംഗ സംസ്ഥാന കമ്മിറ്റി പ്ലസ് ഒരു ക്ഷണിതാവ്. ആ ക്ഷണിതാവാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ ക്ഷണിതാവിന് മെറിറ്റ് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. കാരണം ആ ക്ഷണിതാവിൻ്റെതായ മെറിറ്റ് ഉണ്ട്. കാരണം അവർ മന്ത്രിയാണ്. അവർ നമ്മളെപ്പോലൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഒരുപാട് മുമ്പ് ഈ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്ന ആളുമാണ്. 8ലോ 9ലോ ഞാൻ പഠിക്കുമ്പോൾ അവർ കൈരളിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 വർഷമെങ്കിലും മാധ്യമപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്തതിന് ശേഷം അവരൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ആദ്യമായി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അതിന് മുൻപ് പാർട്ടി പ്രവർത്തന പരിചയം അവർക്കില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന പരിചയം കൊണ്ടല്ല അവരെ സ്ഥാനാർത്ഥിയാക്കിയത്. മാധ്യമ മേഖലയിൽ നിന്നുള്ള അവരുടെ മികവ് കൂടി കണ്ടാണ് പാർട്ടി അവരെ ഈ ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ വരും എന്നതിനൊപ്പം തന്നെ അവരുടെ ഒരു കപ്പാസിറ്റി കൂടി നോക്കിയിട്ടായിരിക്കുമല്ലോ സ്ഥാനാർത്ഥിയായി CPIM തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവരെ ആറന്മുളയിൽ മത്സരിപ്പിക്കുമ്പോൾ 2016 മത്സരിപ്പിക്കുമ്പോൾ അവരുടെ പേഴ്സണൽ മെറിറ്റും കൂടെ ഒരു വിഷയമാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ അവരെ പരിഗണിച്ചു. അവർ ആദ്യത്തെ ഊഴത്തിൽ തന്നെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവർക്കെതിരെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പല ആളുകളും ഇവരെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോഴേക്കും അതിൻ്റെ ജയസാധ്യതയടക്കം അന്ന് ജില്ലയിൽ സംസാരിക്കപ്പെട്ടതാണ്. പക്ഷേ 2016 ആ വിജയം അത് അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 2021 അങ്ങനെ അവർ മന്ത്രിയായി വരുന്നു. KK ശൈലജ എന്ന ആരോഗ്യമന്ത്രിയുമായി കമ്പയർ ചെയ്ത് ഇതിനു മുൻപ് നമ്മൾ വീണ ജോർജിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ 9 വർഷം ആയിട്ടേ ഉള്ളൂ അവർ പാർട്ടിയിലേക്ക്. പാർട്ടിയിൽ അതാ ഞാൻ പറഞ്ഞത്, പാർട്ടിയിൽ ഇപ്പോഴും അവർ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പൻ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളാണെന്നുള്ള ക്ലെയിം അവർക്ക് പോലുമില്ല. അവർ പറ്റുന്ന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് രാജു എബ്രഹാം അടക്കം, അല്ലെങ്കിൽ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KP ഉദയഭാനുവിനോട് ചോദിച്ചാലും അവർ പറ്റുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നല്ലാതെ പൂർണ്ണമായും വളരെ ആക്റ്റീവായ ഒരു പാർട്ടി പ്രവർത്തകയായി ഇപ്പോഴും വീണ ജോർജ് മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അവരുടെ ജില്ലയാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് അവർ. മാത്രമല്ല അവരെ സ്ഥാനാർത്ഥിയാക്കാൻ എന്താണോ കണ്ടെത്തിയ മെറിറ്റ്, അതുപോലെ തന്നെ അവരെ സംസ്ഥാന സമിതിയിലേക്ക് ഡയറക്റ്റായി ഇൻക്ലൂഡ് ചെയ്തു എങ്കിൽ ഈ വിമർശനത്തിൽ കഴമ്പുണ്ട്. പക്ഷേ ഇവിടെ ക്ഷണിതാവായിട്ടാണ്. അത് അടുത്ത ടൈമിൽ ഒഴിവാക്കാം, നിഷ്പ്രയാസം ഒഴിവാക്കാൻ പറ്റും. സംസ്ഥാന സമിതിയിലേക്ക് ഡയറക്റ്റ് എടുത്തുവെങ്കിൽ ഇപ്പോൾ പത്മകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. ഇനി സീനിയോറിറ്റി മറികടന്ന് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അകന്നുനിന്ന ഒരാൾ തിരിച്ചു വന്നത് പാർട്ടിയുമായി അങ്ങ് ജെല്ലായത് കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. അത് EP ജയരാജനാണ്. EP ജയരാജൻ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? EP ജയരാജൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? EP ജയരാജനും പാർട്ടിയും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ കോഴിക്കോട്ടെ കൂടിയാലോചനയടക്കം നടന്നതിന് ശേഷമാണ്. കേരള ഹൗസ് കൂടിയാലോചന, കോഴിക്കോട്ടെ കൂടിയാലോചന, അത് രണ്ടും കഴിഞ്ഞതോടെ EP ജയരാജൻ വരെ മയപ്പെട്ട് പാർട്ടിക്കൊപ്പം ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 75 വയസ്സിൻ്റെ പടിവാതിൽക്കൽ തട്ടി ചിലരൊക്കെ നിൽക്കുന്നു എന്ന് G സുധാകരൻ സൂചിപ്പിച്ചതാണ് മറ്റൊരു വിഷയം, മുറുമുറുപ്പിലെ മറ്റൊരു വിഷയം. അതിൽ 75 വയസ്സാകാൻ ഇനിയിപ്പോൾ മാസങ്ങൾ അവശേഷിക്കുന്നത് ഒന്ന് EP-ക്കാണ്, ഒന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനാണ്. മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത സംസ്ഥാന സമ്മേളനമാകുമ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും 78 വയസ്സാവുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു എക്സംഷൻ ഒന്നും എന്തായാലും അടുത്ത സമ്മേളനത്തിൽ അവർക്ക് കിട്ടില്ല. 75 തികഞ്ഞിട്ടില്ല എന്നത് അവർക്ക് ആ ഒരു സാങ്കേതികമായുള്ള ന്യായമാണ്, വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ്? EP പാർട്ടിയുമായി വീണ്ടും സ്വരച്ചേർച്ചയിലായി. TP രാമകൃഷ്ണൻ LDF-ന്റെ കൺവീനറാണ്. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും നിലനിർത്തുകയാണ്. എനിക്കിതിൽ വേറൊരു വിയോജിപ്പ് തോന്നിയത് തലസ്ഥാന ജില്ലയ്ക്ക് തിരുവനന്തപുരത്തിനൊരു പങ്കാളിത്തമില്ല. അതെന്താ? തിരുവനന്തപുരം ജില്ലയോട് ആനാവൂർ നാഗപ്പൻ ഒഴിഞ്ഞതോടുകൂടി കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ടുവരാമായിരുന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ ഒന്നും പരിഗണിച്ചിട്ടില്ല. മുതിർന്ന നേതാവല്ലേ. അതും ഏറ്റവും കൂടുതൽ വെല്ലുവിളി തിരുവനന്തപുരത്ത് നേരിടുമ്പോൾ കഴക്കൂട്ടത്തു നിന്നുള്ള MLA ആയ മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ടുവരാം. കടകംപള്ളി സുരേന്ദ്രനെ വേണ്ട എന്ന് ഒഴിവാക്കും. അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആരെ ഒഴിവാക്കും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ആരെ ഒഴിവാക്കി ആരെ കൊണ്ടുവരും? അപ്പോൾ പരിഗണിക്കപ്പെടാതെ പോയ നേതാക്കളിൽ കടകംപള്ളിയുമുണ്ട്. തിരുവനന്തപുരത്ത് ആനാവൂർ നാഗപ്പൻ ഒഴിയുമ്പോൾ തിരുവനന്തപുരത്തിന് ഒരു പ്രാതിനിധ്യമില്ല. തലസ്ഥാന ജില്ലയ്ക്ക് അത് പറയാം. സെക്രട്ടേറിയറ്റ്, മന്ത്രിസഭയും എല്ലാം ചേരുന്ന കടകംപള്ളി സുരേന്ദ്രനും അർത്ഥത്തിൽ യോഗ്യരാണ്. അതെ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെയും അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ AK ബാലൻ എന്ന് പറഞ്ഞ ഒരു പ്രതികരണം കൂടി ഞാൻ സൂചിപ്പിക്കാം. AK ബാലൻ എന്ന് പറഞ്ഞത്, ഞാൻ മനസ്സുകൊണ്ട് ഒരു ബാലനായിട്ടാണ് അങ്ങോട്ട് പോയത്, പക്ഷേ തിരിച്ച് ഒരു വൃദ്ധനായിട്ടാണ് തിരിച്ചു വന്നതെന്നുള്ളത്. അതൊരു നല്ലൊരു ക്ലാസ് സ്റ്റേറ്റ്മെന്റ് ആണ്. AK ബാലന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു. കാരണം പാർട്ടി പ്രതിരോധത്തിലായപ്പോൾ, മുഖ്യമന്ത്രി പ്രതിരോധത്തിലായപ്പോൾ, മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം, ഈ CMRL മാസപ്പടി ഇടപാട് കേസ് വന്നപ്പോഴും അങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും ആദ്യം ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത് AK ബാലനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സംഷൻ കൊടുത്തിട്ടില്ല. AK ബാലനോടും തിരിച്ച്
താങ്കൾ മടങ്ങൂ. പാർട്ടിയിൽ തന്നെ അദ്ദേഹം സജീവമായി ഉണ്ടാകും. പക്ഷേ AK ബാലനും ആ ഒരു എക്സംഷൻ കിട്ടുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് AK ബാലന് ബാധകമായില്ല? AK ബാലനോടും കടക്കു പുറത്തുനിന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാലൻ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അനിവാര്യരായ വ്യക്തികളെ പ്രായപരിധി കഴിഞ്ഞും പരിഗണിക്കണമെന്നാണ്. അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ അനിവാര്യനല്ലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ പോരെ, എന്നെക്കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടില്ലേ എന്ന ചോദ്യം AK ബാലനും അവിടെ പറഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ പാർട്ടി ഭരണഘടനയിൽ ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസ് വരാൻ പോവുകയാണ്. 75 വയസ്സെന്നുള്ള മാനദണ്ഡമൊന്നും നമുക്ക് വേണ്ട, അത് ശരിയാകില്ല. 75 വയസ്സിനുള്ള കട്ട് ഓഫ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരീക്ഷ പാസ്സാകുന്ന നല്ല നേതാക്കളുടെ എണ്ണം കുറഞ്ഞു വരും എന്നത് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. താഴെ നിന്നുള്ള നേതാക്കളെ വളർത്തിയെടുത്തുകൊണ്ടുവരണം. റഫീഖിനെ പോലെയുള്ള 40-ന് താഴെ നിൽക്കുന്ന ജില്ലാ സെക്രട്ടറിമാർ കൂടുതലായി വരണം. എന്നാൽ മാത്രമേ അടുത്ത നിര ശക്തമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിമാരുടെ ഒരു ശരാശരി പ്രായം എടുത്തു നോക്കൂ. അതിൽ എടുത്തു പറയാൻ കഴിയുന്ന ആരാണുള്ളത്? ഈ പറയുന്ന രണ്ടാം നിര എന്ന് പറയുന്ന ഈ യുവജന സംഘടനകളുടെ അതേ പ്രായപരിധിയിൽ നിൽക്കുന്ന ഏകയാൾ റഫീഖ് മാത്രമാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ശരാശരി പ്രായം 58 വയസ്സാണ്. അതിലാണ് ഇനി പാർട്ടി മാറ്റം വരുത്തേണ്ടത്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ടു CPIM അതാണ്. അതായത് പ്രായപരിധി എന്ന് പറയുന്നത് 75 വയസ്സിലെ കട്ട് ഓഫിനൊപ്പം തന്നെ താഴെ നിന്നുള്ള ഇൻക്ലൂഷൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. അല്ലെങ്കിൽ പാർട്ടിക്ക് എപ്പോഴും ഈ പറയുന്ന മുതിർന്ന സീനിയർ ജനറേഷൻ മാത്രമായി പോകും. താഴെയുള്ള ജനറേഷൻ വേണമല്ലോ. ഇപ്പോൾ ഓരോ ജനറേഷൻ തിരിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാ ഇടങ്ങളിലും നടക്കുകയാണ്. യുവാക്കളെ കൂടുതലായി പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു യുവനിര സംസ്ഥാന നേതൃത്വത്തിൽ വേണ്ടേ? അപ്പോൾ അതിൽ ഒരു റഫീഖ് മതിയോ? ഒന്നിലധികം റഫീഖുമാർ വരട്ടെ എന്നുള്ളതാണ് അതിലെ എൻ്റെ ഒരു ടേക്ക്. എന്തായാലും തൊഴിലാളി വർഗ പാർട്ടി എന്നൊന്നും ഇനി ഏറെക്കാലം വിളിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ മാറ്റുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മൾ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടത്. എന്തായാലും ആ ഒരു സംഘടനാ ചട്ടക്കൂട് പൊളിച്ചെഴുത്തിൻ്റെ ദിവസങ്ങളായിരിക്കും ഇനിയിപ്പോൾ CPIMനെ സംബന്ധിച്ചോളം നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ കൊല്ലം സമ്മേളനം അവസാനിക്കുമ്പോൾ 1980 ശേഷം നടന്ന എല്ലാ സമ്മേളനങ്ങളും തുടർച്ചയായി തന്നെ എന്തൊക്കെയാണോ അവിടെ ഈ ഒരു തല്ലും പിടിയും ഒക്കെയായി വാർത്തകളായത്, അന്ന് പത്രവാർത്തകളിലാണ് കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരുന്നത്. 85-ലെ എറണാകുളം സമ്മേളനം, 91-ലെ കോഴിക്കോട്, 95-ലെ കൊല്ലം, ഇതിലെല്ലാം ഈ ഉൾപാർട്ടി തർക്കമായിരുന്നു ചർച്ച. പക്ഷേ ഇവിടെ നേരത്തെ ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിരലിലെണ്ണാവുന്നതാണ് ഈ മുറുമുറുപ്പ് എന്നുള്ളത്. പാർട്ടിയിലെ വിഭാഗീയത അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഈ എതിർസ്വരങ്ങൾ അത് അവസാനിക്കുന്നു. അത് പോസിറ്റീവായിട്ടാണോ അവസാനിക്കുന്നത് എന്നുള്ളത് ആ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും ഈ വിഭാഗീയതയ്ക്ക് അവസാനമിടാനായി മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നു. തുടർഭരണത്തിലൂടെ ഗ്രാഫ് ഉയർത്താൻ പിണറായി വിജയന് കഴിയുന്നു. അത് രണ്ടും നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 30 വർഷം മുമ്പുള്ള കൊല്ലം സമ്മേളനത്തിൽ CITU പക്ഷത്തെ VS പക്ഷം ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. പക്ഷേ ഇത്തവണ സമ്മേളനം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ സമ്മേളനത്തിലെ ചിത്രത്തിലേ ഇല്ല. VSനെ എല്ലാവരും മറന്നുപോയോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ഒരു സമ്മേളനമാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ VS ഇല്ലെങ്കിൽ പിന്നെ എന്ത് J മേഴ്സിക്കുട്ടിയമ്മ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഒഴിവാക്കപ്പെടുന്നവർക്ക് കൃത്യമായ സൂചനയാണ് ഈ സമ്മേളനം നൽകുന്നത്. വിഭാഗീയതയുടെ കനലൊക്കെ കെടുത്തി ഈ ഗ്രാഫ് ഉയർത്തിയ പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കും. പാർട്ടിയുടെ വഴിയെ പിണറായിയും പിണറായിയുടെ വഴിയെ പാർട്ടിയും. അതായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ KK ശൈലജയെ ഉൾപ്പെടുത്തിയത് ഒരു നല്ല മാറ്റമായി ഞാൻ കാണുന്നുണ്ട്. N സുകന്യ കൂടി ഉൾപ്പെടേണ്ടതായിരുന്നു. കാരണം അവർ മെറിറ്റ് ഉണ്ട്, അവരുടെ ഓൺ മെറിറ്റിൽ അവർ ഉൾപ്പെടേണ്ടതായിരുന്നു. അതെ, സംസ്ഥാന സമിതിയിലേക്ക്. അത് തന്നെയാണ്, സംസ്ഥാന സെക്രട്ടറിയിലേക്ക് സുകന്യ വരാറായില്ല. അപ്പോൾ N സുകന്യ സംസ്ഥാന സമിതിയിൽ വരാൻ മെറിറ്റ് ഉള്ള ഒരു നേതാവാണ്. അവരുടെ ഓൺ മെറിറ്റ്, ജെയിംസ് മാത്യുവിന്റെ കെയർ ഓഫിലല്ല, ഓൺ മെറിറ്റിൽ വരാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ്. അവരെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അതായത് ഈ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് പ്രതിനിധികൾക്കനുസരിച്ചാണ് ഓരോ തട്ടുകളിലുമുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുക. ഇപ്പോൾ കോൺഗ്രസിലൊരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചാൽ മതി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കില്ല. ജംബോ കമ്മിറ്റി നടക്കണമെങ്കിൽ പ്രതിനിധികളുടെ എണ്ണം, പാർട്ടി അംഗങ്ങളുടെ എണ്ണം, ഓരോ ഘടകത്തിലുള്ളവരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. 5.5 ലക്ഷത്തോളം കേഡർ അംഗങ്ങൾ, സ്ഥിരം അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അതിന് ആനുപാതികമായിട്ട് മാത്രമേ ഓരോ ഘടകത്തിലും അംഗങ്ങൾ ഉണ്ടാവാൻ കഴിയൂ. അതുകൊണ്ടാണ് 89-ൽ സംസ്ഥാന കമ്മിറ്റി നിർത്തിയത്, 17-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർത്തിയത്. എന്തായാലും ഈ മുറിമുറിപ്പുകൾ ചിലർക്ക് പ്രതീക്ഷയായിരുന്നു. തമ്മിലടിച്ച് യാദവകുലം പോലെ നശിച്ചു പോകുമെന്ന് കരുതിയവരെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവള്ളിയും ഇതൊരു വലിയ മുറുമുറുപ്പായി ഞാൻ കാണുന്നില്ല. കാരണം VS പക്ഷവും CITU പക്ഷം മുമ്പ് ഇതേ കൊല്ലത്തുണ്ടായ ആ തർക്കം വെച്ച് നോക്കുമ്പോൾ ഇത് മുറുമുറുപ്പല്ല, കുറവാണ് എന്നുള്ളതാണ്. തമ്മിൽ തല്ല് കാത്തിരുന്നവരെ നിരാശപ്പെടുത്തും എന്ന് മാത്രമേ നമുക്ക് പറയാം. കാത്തിരുന്നോ? അല്ല, കാത്തിരുന്നവരുടെ കാര്യം പറഞ്ഞു. Meet the editors.